കോഴിക്കോട് മുക്കത്തെ ഹോട്ടലിൽ നിന്ന് യുവതി ചാടിയ സംഭവത്തിൽ പീഡനശ്രമത്തിന് ശേഷവും ഭീഷണി സന്ദേശം അയച്ച് പ്രതി ദേവദാസ്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. തിങ്കളാഴ്ച യുവതിയുടെ ഫോണിലേക്ക് ദേവദാസ് അയച്ച സന്ദേശമാണ് കുടുംബം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നു. ദിസ്ന, അതാണ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് ആ കുടുംബം പറഞ്ഞത് അതുകൊണ്ടാണ്. നോക്കൂ, ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷവും അയാൾ മെസ്സേജ് അയച്ചു എന്ന് വ്യക്തമാകുന്നു. എന്താണ് ആ സന്ദേശത്തിൽ? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ മുക്കം അമ്പത്തിലെ പീഡനശ്രമവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും അവർ പറഞ്ഞത് തങ്ങളുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ശനിയാഴ്ച സംഭവം നടന്നതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ഈ യുവതിയുടെ ഫോണിലേക്ക് ഹോട്ടൽ ഉടമയായ ദേവദാസ് അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെയാണ് ഈ കുടുംബം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ ഡോസ് ആണ് എന്ന രീതിയിലാണ് ഈ ദേവദാസ് ഈ യുവതിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പലതവണ ഇത്തരത്തിൽ മോശമായി തന്നോട് പെരുമാറിയിട്ടുണ്ടെന്നും യുവതി ആവർത്തിച്ച് പറയുന്നതിന്റെ തെളിവുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കുടുംബം പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. ആദ്യ തവണ ഈ കുട്ടിയെ യുവതിയെ വീഡിയോ ഗെയിം കളിക്കുന്നതിനിടെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ അവർ ഡിജിറ്റൽ തെളിവായി പുറത്തുവിട്ടിരുന്നു. പ്രധാനമായും കേസ് അന്വേഷണം ഇഴയുന്നു എന്ന ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലായിരുന്നു കുടുംബത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നിതാ മറ്റ് തെളിവുകൾ കൂടി, ഡിജിറ്റൽ തെളിവുകൾ കൂടി അവർ പുറത്തുവിട്ടിരിക്കുന്നു. അവർ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ നിരവധി തവണ ഈ യുവതിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചിരുന്നു. പലതവണ യുവതി ഇത് തടയുകയും ചെയ്തിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ശനിയാഴ്ച ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം. ശനിയാഴ്ച 11:30 ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. 11:30 ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടും തിങ്കളാഴ്ച രാവിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള മെസ്സേജുകൾ കൂടി ഈ ഹോട്ടൽ ഉടമ അയച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് തനിക്കുള്ള, അതായത് ഫസ്റ്റ് ഡോസ് ആണ് എന്ന രീതിയിൽ ഒരു വാണിംഗ് സന്ദേശമായാണ് ഈ ഹോട്ടൽ ഉടമ ദേവദാസ് ഈ യുവതിക്ക് ഫോണിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും കേസ് അന്വേഷണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തെളിവുകൾ തന്നെയാണ് കുടുംബം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, അതായത് ഈ സംഭവം നടന്ന ശേഷവും ഭീഷണി സന്ദേശം പ്രതി ദേവദാസ് ഹോട്ടൽ ഉടമ അയച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിടുകയാണ്. ഈ കേസ് അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകളാണിപ്പോൾ കുടുംബം തുടരെ പുറത്തുവിടുന്നത്. ഇനിയും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാകാം. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന.